ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ. മഷ്റൂം ചിക്കൻ റോസ്റ്റ് സംഭവം പൊളിയാണ് കേട്ടോ. എന്താ അതിൻ്റെ രുചി എന്നറിയോ? ട്രൈ ചെയ്യണേ. അപ്പോൾ നമുക്ക് കടായി അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ, ഓയിലോ ബട്ടറോ ഇതിലേതെങ്കിലും എടുത്തോളൂ. അതിനുശേഷം നമുക്ക് 5 അല്ലി വെള്ളുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവണം കേട്ടോ, അതുവരെ ഒന്ന് കാത്തിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് പൊട്ടിച്ചെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വലിയുള്ളി വേണം, അതായത് വെള്ളുള്ളി ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രമായിരിക്കണേ വലിയുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാൻ. ചെറിയൊരു പീസ് വലിയുള്ളി തന്നെ ധാരാളമാണ്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വേണം. 250 ഗ്രാം ചിക്കനാണ് എടുത്തത്. ഇതന്നെ നമുക്ക് നല്ല ക്വാണ്ടിറ്റിക്ക് തന്നെ ഉണ്ടാവും, കാരണം ചിക്കന് മാത്രമല്ല ഇതിൽ ചേർക്കുന്നത്, മഷ്റൂമും ഉരുളക്കിഴങ്ങൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഇത്ര തന്നെ ധാരാളമാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് വേണം. ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് അങ്ങനെ അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ നമുക്കിതൊന്ന് മിക്സാക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണേ. പിന്നെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിൽ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് കിട്ടും. ഇനി നമുക്ക് മഷ്റൂം വേണം. അത് നമുക്കൊരു 100 ഗ്രാം അത്ര ധാരാളമാണ്. അതും കൂടെ ഇതിൽ ചേർത്തിട്ട് നമുക്ക് നല്ല രീതിക്കൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞതിന് ശേഷം 1 ടീസ്പൂണ് സോയാ സോസും 1 ടീസ്പൂൺ ബാർബിക്യൂ സോസും കൂടെ ചേർത്തെടുക്കാം. എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്തെടുത്തോളൂ കേട്ടോ. വറ്റൽമുളകിൻ്റെ പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ കുരുമുളകിൻ്റെ പൊടി ചേർത്താൽ മതി. ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ, എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് പൊടി ചേർക്കാത്തത്. അപ്പോൾ എന്താണേലും കുഴപ്പമില്ല. അപ്പോൾ ശരിക്കും വെന്ത് കഴിഞ്ഞതിന് ശേഷം മല്ലിയില അല്ലെങ്കിൽ പാർസലിയോ അതിലേതെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോഴും മല്ലിയിലാണ് ഇട്ട് കൊടുത്തത്. പാർസലി ആണ സമയത്ത് വേറൊരു അടിപൊളി ഫ്ലേവറാണ് ഇതിലേക്ക് കിട്ടുക. എന്നിട്ട് നമുക്കിത് ചൂടോടെ തന്നെ അങ്ങനെ സെർവ് ചെയ്യാം. ഉരുളക്കിഴങ്ങും ചിക്കനും മഷ്റൂമും ഒക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് ആണ് കേട്ടോ. സൂപ്പറാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. കുറഞ്ഞ ചേരുവ കൊണ്ട് സൂപ്പറായിട്ടുള്ളൊരു ഫ്ലേവർ. ഇതിലെന്തായാലും ബാർബിക്യൂ സോസും അതേപോലെ സോയാ സോസും വേണം കേട്ടോ, എന്നാലേ ആ ഒരു പെർഫെക്റ്റ് രുചി നമുക്ക് കിട്ടുള്ളൂ. ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. ബൈ ബൈ, അസ്സലാമു അലൈക്കും.